പ്രതാപ് ചെന്ന് നോക്കിയപ്പോൾ കണ്ടത് ആകെ തളർന്ന് അവശനായ മനുവിനെയാണ്. ഇത്രയും ദിവസത്തെ അലച്ചിൽ അവനെ ആകെ ക്ഷീണിതനാക്കിയിട്ടുണ്ട്. പ്രതാപ് മനുവിനെ താങ്ങിയെടുത്ത് മുറിയിൽ കൊണ്ടുചെന്ന് കിടത്തി. അവൻ്റെ അവസ്ഥ പ്രതാപിനെയും വസുന്ധരയും ഒരുപോലെ വേദനിപ്പിച്ചു. ദിവസങ്ങൾ കഴിയവേ മനുവിൻ്റെ അവസ്ഥ വഷളാവാൻ തുടങ്ങി. അവൻ ആരോടും മിണ്ടാതെയായി. ഏതു നേരവും മുറിയിൽ തന്നെ. സമയത്തിന് ആഹാരം പോലും കഴിക്കാതെയായി. മഹി, നീ എന്തിനു എന്നെ വിട്ടു പോയത്? എനിക്കത് ഒരിക്കലും സഹിക്കാൻ കഴിയില്ല. നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാനാവില്ല. എവിടെയാ നീ മഹി? എവിടെയാ? പ്രതാപേട്ട, ഇനി ഇതിങ്ങനെ നീട്ടിക്കൊണ്ടു പോണോ? അവൻ്റെ അവസ്ഥ കണ്ടിട്ട് എനിക്ക് സഹിക്കണില്ല. എൻ്റെ കുഞ്ഞ് ഒത്തിരി വേദനിക്കുന്നുണ്ട്. മോളെ അവൻ അത്രയ്ക്ക് ഇഷ്ടമാണ്. നമുക്ക് അവളെ പോയി വിളിച്ചാലോ? വേണ്ട വസു, നമ്മൾ പോയി വിളിക്കുന്നത് ശരിയാവില്ല. അവൾ വരില്ല. മനു തന്നെ ചെല്ലണം. എങ്കിൽ മാത്രമേ അവർ തമ്മിലുള്ള എല്ലാ പ്രശ്നങ്ങളും തീരൂ. മനു ഈ അവസ്ഥയിൽ എങ്ങനെ പോകും? അതൊക്കെ നമുക്ക് ശരിയാക്കാം. നീ ഇപ്പം അവനോടൊന്നും പറയണ്ട. മോനെ നീ ഇത് എന്തിരിപ്പാ? ഒന്ന് എണീക്ക്. അച്ഛൻ്റെ വിളി കേട്ട് മനു എഴുന്നേറ്റു. മനു, നമുക്കൊന്ന് തറവാട്ടിൽ പോയാലോ? അച്ഛൻ മോനെ കാണണമെന്ന് പറഞ്ഞു. നിന്നെയും കൂട്ടി ചെല്ലാൻ പറഞ്ഞു. നമുക്ക് പോയാലോ? ഞാൻ എങ്ങോട്ടുമില്ല. എനിക്ക് ആരെയും കാണണ്ട. അച്ഛാ, എന്നെ ഒന്ന് വെറുതെ വിട്. മനു, നീ ഇങ്ങനെ ഇരുത് ശരിയാവില്ല. എന്ത് കാര്യത്തിലും തളരാതെ നിൽക്കുന്നവനല്ലേ നീ? എന്നിട്ടാണോ ഇങ്ങനെ? അമ്മ എപ്പോഴും പറയാറുള്ളത് ശരിയാ. എൻ്റെ അനാവശ്യ ദേഷ്യവും വാശിയും എല്ലാം ആപത്താണെന്ന്. അതെനിക്കിപ്പോൾ മനസ്സിലായി. അത് കാരണമല്ലേ ഇപ്പം മഹി എന്നെ വിട്ടു പോയത്. അവൾ ഉണ്ടായിരുന്നപ്പോൾ ഞാനിന്ന് മൈൻഡ് പോലും ചെയ്യാൻ കൂട്ടാക്കിയില്ല. അതവൾ എൻ്റെ സ്വന്തമായതുകൊണ്ടാണ്. അവൾ മരിക്കാൻ ശ്രമിച്ചതുകൂടിയായപ്പോൾ എനിക്ക് സഹിക്കാനായില്ല. അതാ ഞാൻ അവളോട് അങ്ങനെ പെരുമാറിയത്. പക്ഷേ അവൾ എന്നെ... മനു, അച്ഛൻ പറയുന്നത് കേൾക്ക്. നീ വാ, നമുക്കൊന്ന് പുറത്തേക്ക് പോയിട്ട് വരാം. പറയുന്നതൊന്ന് കേൾക്ക്. പ്രതാപൻ്റെ നിർബന്ധം കാരണം അവൻ അതിന് സമ്മതിച്ചു. പേരിനെന്തോ കഴിച്ചെഴുന്നേറ്റ് മനുവും അച്ഛനും വീട്ടിൽ നിന്നിറങ്ങി. യാത്രയിലുടനീളം അവർക്കിടയിൽ മൗനം മാത്രമായിരുന്നു. മനു, നമുക്കൊന്ന് തറവാട്ടിൽ പോയാലോ? അച്ഛൻ വിളിക്കുന്നു. അതാ നിന്നെയും കൊണ്ട് ചെല്ലാൻ പറഞ്ഞു. അത് വേണ്ട. അച്ചാച്ചൻ എന്നെ ഇങ്ങനെ കാണണ്ട. ഇപ്പം പോകണ്ട. മനു അതും പറഞ്ഞ് കണ്ണുകൾ അടച്ചിരുന്നു. ഇടയ്ക്ക് എപ്പോഴോ ഉറക്കത്തിലേക്ക് വീണു. മനു, മോനെ എണ്ണീക്ക്. പ്രതാപൻ്റെ വിളി കേട്ട് മനു പതിയെ കണ്ണുകൾ തുറന്നു. മനു കാറിൽ നിന്നിറങ്ങി ചുറ്റും നോക്കി. അതെ, ഞാനിപ്പോൾ നിൽക്കുന്നത് തറവാട്ടിന് മുന്നിലാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള സ്ഥലം. അച്ഛാ, ഞാൻ പറഞ്ഞതല്ലേ ഇപ്പോൾ വേണ്ടെന്ന്. മനു, കണ്ണാ, നീ വന്നോ? അപ്പോഴേക്കും അച്ചാച്ചൻ പുറത്തേക്ക് വന്നു. പുറകിൽ അച്ചമ്മയും. എൻ്റെ കുട്ടി വല്ലാതെ അങ്ങ് ക്ഷീണിച്ചു പോയല്ലോ. എന്താടാ, നിങ്ങളിവന് തിന്നാനൊന്നും കൊടുക്കാറില്ലേ? എന്തായാലും ഇനി കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് എൻ്റെ മോൻ ഇവിടെ പോയാൽ മതി. മക്കളകത്തേക്ക് വാ, എന്നിട്ട് വിശേഷങ്ങളൊക്കെ പറയാം. മനു, വാ മോനെ. പ്രതാപ, എന്താ ഇനി മനുവിൻ്റെ തീരുമാനം? ഇവന് ഇനി അവളെ ഭാര്യയെ വേണോ? അച്ഛാ, അത് പിന്നെ ഇവന് വേണ്ടാണ്ട് പോയവളെ ഇനി കാത്തിരിക്കണോ? ആ നേരം നോക്കി മനുവിനെ കൊണ്ട് വേറൊരു കല്യാണം കഴിപ്പിക്കാൻ നോക്ക്. ഞാൻ ഒരു കാര്യം പറയാം. ഇനി ഇവൻ ആ പെണ്ണ് വേണ്ട. അതാ നല്ലത്. അങ്ങനെ ഒരുത്തിയെ ഇവന് വേണ്ട. അച്ഛാ! മനുവിൻ്റെ അലർച്ച കേട്ട് അവർ എല്ലാവരും പേടിച്ചു. ഇതിനാണോ അച്ഛൻ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? എങ്കിൽ വാ, നമുക്കിറങ്ങാം. ഇല്ല, അങ്ങനെ കരുതാൻ എനിക്ക് ഒരിക്കലും കഴിയില്ല. ഈ ജീവിതത്തിൽ എനിക്കൊരു പെണ്ണുണ്ടെങ്കിൽ അത് മഹിതയാണ്. എനിക്കൊരു ജീവിതമുണ്ടെങ്കിൽ അത് അവളോടൊപ്പമായിരിക്കും. ഇത് ഞാൻ എൻ്റെ മനസ്സിൽ ഉറപ്പിച്ചതാ. അപ്പോൾ നിന്റെ തീരുമാനത്തിൽ മാറ്റമൊന്നുമില്ല അല്ലേ? നിനക്കപ്പോൾ അവളെ തന്നെ മതി. അതെ, എൻ്റെ തീരുമാനം ഉറച്ചതാണ്. അതിൽ മാറ്റമൊന്നുമില്ല. അവൾക്ക് നിന്നെ എന്തിഷ്ടാ? എന്നിട്ട് നീ എന്താ അവളോട് കാണിച്ചത്? നിനക്ക് പിന്നെ ഇതിൻ്റെ വല്ല ആവശ്യമുണ്ടായിരുന്നോ? വെറുതെ ആ പാവത്തിനെ വേദനിപ്പിച്ചു. എന്തിനാടാ? അതല്ലേ അവൾ ഇറങ്ങിപ്പോയത്? അച്ഛാ, അതെനിക്ക് അവളെ ഒത്തിരി ഇഷ്ടമായതുകൊണ്ടാണ്. ഞാൻ അവളെന്നെ ഒരിക്കലും വിട്ടുപോകാതിരിക്കാൻ. അവളൊന്ന് മരിക്കാൻ ശ്രമിച്ചപ്പോൾ ഞാൻ വല്ലാതെ പേടിച്ചുപോയി. ഒരല്പം വൈകിയിരുന്നേൽ അവളെ രക്ഷിക്കാനാവില്ലെന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ അതാ ഞാൻ ആ ദേഷ്യത്തിൽ അങ്ങനെയൊക്കെ ചെയ്തത്. അല്ലാതെ എനിക്കിഷ്ടമല്ലാഞ്ഞിട്ടല്ല. അതും പറഞ്ഞ് മനു ശേഖരനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. മനു, അയ്യേ, അച്ഛൻ്റെ കുട്ടി കരയാ? വേണ്ട കേട്ടോ, നീ കരയുന്നത് എനിക്കിഷ്ടമല്ല. മനു,
മോൻ ചെല്ല്, കുറച്ചു നേരം പോയത് റെസ്റ്റ് എടുത്തോ. ഒന്ന് ഉറങ്ങി എഴുന്നേറ്റാൽ എല്ലാം ശരിയാവും. അച്ചമ്മ മോൻ്റെ മുറി വൃത്തിയാക്കിയിട്ടിട്ടുണ്ട്. മനു മുറിയിലേക്ക് കയറി വാതിലടച്ചു കുറച്ചു നേരം കണ്ണടച്ചു കിടന്നു. മനുവേട്ട, പെട്ടെന്നുള്ള വിളി കേട്ട് അവൻ കണ്ണു തുറന്നു നോക്കി. അവൻ്റെ മുന്നിൽ നിൽക്കുന്നയാളെ കണ്ട് അവനൊന്ന് ഞെട്ടി. അവൻ്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല. മഹിത? അവൻ്റെ ചുണ്ടുകൾ മന്ത്രിച്ചു. അവൻ പതിയെ അവൻ്റെ കയ്യിലൊന്ന് നുള്ളി. അല്ല, ഇത് സ്വപ്നമല്ല. അപ്പോൾ എൻ്റെ മുന്നിൽ നിൽക്കുന്നത് മഹി തന്നെ. അവൻ ഓടിച്ചെന്ന് അവളെ കെട്ടിപ്പിടിച്ചു. അവളെ ചുംബനങ്ങൾ കൊണ്ട് പൊതിഞ്ഞു. മഹി, നീ എന്തിനാ എന്നെ വിട്ടു പോകുന്നത്? ഞാൻ നിന്നെ എവിടെയെല്ലാം തിരിഞ്ഞു എന്നറിയോ? എനിക്ക് വേണ്ട മനുവേട്ട, ഇനി ഒന്നും പറയണ്ട. എനിക്ക് അവൾ എന്തെങ്കിലും പറയും മുന്നേ അവൻ അവളെ നെഞ്ചോട് ചേർത്തു. മനു, മോനെ, നീ പോയി വേഗം കുളിച്ചിട്ട് വാ. അച്ചമ്മ ഭക്ഷണം എടുത്തു വെക്കാം. മഹി മോളെ, നീയും വരൂ കേട്ടോ. മനുവേട്ട, ചെല്ല്, പോയി കുളിച്ചിട്ട് വാ. ചെല്ല്. അതും പറഞ്ഞ് അവൾ മനുവിൽ നിന്ന് അടർന്നു മാറി. പോവല്ലേ, ഇങ്ങ് വാ. മനു വീണ്ടും അവളെ തന്നിലേക്ക് വലിച്ചെടുപ്പിച്ചു. അവൻ അവളെ തന്നെ നോക്കി നിന്നു. പതിയെ അവൻ്റെ ചുണ്ടുകൾ അവളുടെ ചുണ്ടുകളെ കവർന്നെടുത്തു. പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ മഹി അവനെ കട്ടിലേക്ക് തള്ളിയിട്ടു. ഞാൻ പോണു, ഇപ്പം എൻ്റെ കെട്ടിയും പോയി കുളിച്ചിട്ട് വാ. അതും പറഞ്ഞ് ചിരിച്ചുകൊണ്ട് അവൾ പുറത്തേക്ക് പോയി. നീ വരുന്നു എന്നറിഞ്ഞ് അച്ചമ്മ നിനക്ക് ഇഷ്ടപ്പെട്ടതെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. അയ്യോ, ഇത്രയൊന്നും എന്നെ കൊണ്ട് കഴിക്കാൻ പറ്റില്ല, എൻ്റെ വയറ് പൊട്ടിപ്പോവും. നീ കുറേ ദിവസമായി നിരാഹാരമല്ലായിരുന്നോ? മര്യാദയ്ക്ക് വയറ് നിറച്ച് എന്തെങ്കിലും കഴിക്കാൻ നോക്ക്. അച്ചച്ച, ഞാൻ മനു മാത്രമല്ലല്ലോ, ഇവിടെ ഒരാൾ നിരാഹാരമല്ലായിരുന്നോ? സുമതി പറഞ്ഞത് കേട്ട് മനു തലയുയർത്തി മഹിയെ നോക്കി. സുമതി പറഞ്ഞത് നേരാ. നീ അവിടെ നിരാഹാരവും മുറിയടച്ചിരിപ്പും ഒക്കെയാണെന്നറിഞ്ഞ് ഇവിടെ മഹിയും നിരാഹാരമായിരുന്നു. നിന്നെ കാണണമെന്ന് പറഞ്ഞ് എന്ത് ബഹളമായിരുന്നു. ഒടുവിൽ സഹി കേട്ടിട്ടാ ഞാൻ നിന്റെ അച്ഛനെ വിളിച്ചത്. ശേഖരൻ പറഞ്ഞത് കേട്ടപ്പോൾ മനു മഹിയെ നോക്കിയെന്ന് കണ്ണുരുട്ടി. ഡി, വന്നിരുന്ന് കഴിക്കാൻ നോക്ക്. അവൻ അവളെ നോക്കി കണ്ണുരുട്ടി വിളിച്ചു. ഭക്ഷണം കഴിക്കുമ്പോഴും മനുവിൻ്റെ കണ്ണ് മഹിയിൽ തന്നെയായിരുന്നു. അത് മനസ്സിലായതുകൊണ്ട് അവൾ വേഗം കഴിച്ച് എഴുന്നേറ്റ് പോയി. രാത്രിയിൽ ശക്തമായ മഴയും മിന്നലും ഉണ്ടായിരുന്നു. മഹി ജനലിലൂടെ പുറത്തേക്ക് നോക്കി നിൽക്കുകയായിരുന്നു. പെട്ടെന്ന് 2 കൈകൾ ഇടുപ്പിലൂടെ അവളെ ചുറ്റിപ്പിടിച്ചു. മഹി, നിനക്കെന്നോട് ദേഷ്യമുണ്ടോ? ഞാൻ നിന്നെ ഒത്തിരി വേദനിപ്പിച്ചു. എന്നോട് നിനക്ക്... മനുവേട്ടൻ അങ്ങനെ ഒന്നും ചിന്തിച്ച് തല പൊണ്ണാക്കണ്ട. എനിക്ക് മനുവേട്ടനോട് ഒരു ദേഷ്യവുമില്ല. എനിക്ക് മനുവേട്ടനെ ഇഷ്ടമാണ് ഒത്തിരി. എന്നോട് അങ്ങനെ പെരുമാറിയപ്പോൾ എനിക്ക് ഒത്തിരി സങ്കടമായി. അതുകൊണ്ടാണ് ഞാനിന്ന് വീട്ടിൽ നിന്ന് പോകുന്നത്. അവൻ്റെ കയ്യിൽ നനവ് തട്ടിയപ്പോഴാണ് മഹി കരയുവാണെന്ന് മനസ്സിലായത്. അയ്യേ, നീ കരയാ? അവൻ മഹിയെ തിരിച്ചു നിർത്തി കണ്ണുകൾ തുടച്ചു. അവൻ അവളുടെ കണ്ണുകളിൽ ചുംബിച്ചു. അവളെ നെഞ്ചോട് ചേർത്ത് നിർത്തി. ആ രാത്രിയിൽ മഴ മണ്ണിനോട് അലിയുന്നത് പോലെ അവൻ അവളോട് ചേർന്നു. ജനലിലൂടെ സൂര്യകിരണങ്ങൾ മുഖത്തു പതിച്ചു. മനു പതിയെ കണ്ണുകൾ തുറന്നു. അവൻ്റെ നെഞ്ചിൽ ഒരു കുഞ്ഞിനെ പോലെ കിടക്കുകയായിരുന്നു മഹി. അവളുടെ മുഖത്ത് അലസമായി കിടക്കുന്ന മുടിയിഴകൾ അവൻ മാടിയൊതുക്കി. അവളെ തന്നെ നോക്കി നിന്നു. അവൻ അവളുടെ നെറുകിൽ ചുംബിച്ചു. മഹി പതിയെ കണ്ണുകൾ തുറന്നു. അവൻ്റെ കവിളിൽ ഒന്ന് അമർത്തി കടിച്ചു. അവനെ നെഞ്ചിൽ നിന്ന് മാറി എഴുന്നേറ്റ് നേരെ ബാത്റൂം ലക്ഷ്യമാക്കി നടന്നു. കുളി കഴിഞ്ഞ് പുറത്തു വന്നപ്പോൾ മനുവിനെ അവിടെ എങ്ങും കണ്ടില്ല. ഠൊയ്! പെട്ടെന്നുള്ള ശബ്ദം കേട്ട് അവളൊന്ന് പേടിച്ചു. അയ്യേ, പേടിച്ചേ മനു അത് പറഞ്ഞ് അവളെ കളിയാക്കാൻ തുടങ്ങി. മനുവേട്ടാ, എന്താ എന്നെ പേടിപ്പിച്ച് കൊല്ലാൻ നോക്കിയതാ? മനുഷ്യൻ പേടിച്ചു പോയി. ചെല്ല്, പോയി കുളിച്ചിട്ട് വാ. മഹി അവനെ ബാത്റൂമിലേക്ക് തള്ളിവിട്ടു. മോനെ, ഇന്ന് തന്നെ പോണോ? 2 ദിവസം കഴിഞ്ഞ് പോയാൽ പോരെ? എനിക്ക് നിൽക്കാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല. ഹോസ്പിറ്റലിൽ പോയിട്ട് ദിവസങ്ങളായി. ഹോസ്പിറ്റലിൽ നിന്ന് കുറേയായി വിളിക്കുന്നു. നാളെ മുതലെങ്കിലും പോകണം, അതുകൊണ്ടാ. എന്നാലും മനു, സാരല്ല അച്ചച്ച, ഞങ്ങൾ ഒരു ദിവസം വരാം. അന്ന് ഒരാഴ്ച നിന്നിട്ടേ പോകൂ. അമ്മേ, ദേ അമ്മയുടെ പുന്നാരമ്മ വന്നു. അഭിയുടെ നീട്ടിയുള്ള വിളി കേട്ട് വസുന്ധരയും പ്രതാപനും ഉമ്മറത്തേക്ക് വന്നു. പോടാ. എന്താടാ മോനെ, നിന്റെ നിരാഹാരവും സമരവും ഒക്കെ തീർന്നോ? അഭി പറഞ്ഞത് കേട്ട് മനു അവനെ നോക്കി കണ്ണുരുട്ടി. മഹി, നീ സമ്മതിച്ചു. കൊടി കൈ. അഭി മഹിക്ക് നേരെ കൈ നീട്ടി. എന്തിനാ അഭിയേട്ടാ?
അതോ എന്തു വന്നാലും ഒരു കുലുക്കോ ഇല്ലാതെ നിൽക്കുന്നവനാ ഇവൻ. നീ അത് മാറ്റിയില്ലേ? അയ്യോ, എന്തായിരുന്നു ഇവിടെ കിടന്നവൻ്റെ ഒരു പ്രകടനം. എൻ്റെ അമ്മോ, സഹിക്കാൻ പറ്റില്ല. അഭി, നീ വെറുതെ കളിയാക്കല്ലേ. നീ ആണെങ്കിലും അങ്ങനെ തന്നെ ചെയ്യൂ. പിന്നെ ഒന്ന് പോവാമ്മേ. ഇവനെ പോലെ കടന്ന് മോങ്ങാനൊന്നും എന്നെ കിട്ടില്ല. പോയാ പോട്ടേന്ന് വെക്കും. ഓഹോ, അപ്പം നിങ്ങൾക്ക് ഞാൻ പോയാലും കുഴപ്പമൊന്നുമില്ല അല്ലേ? നിങ്ങൾ ആള് കൊള്ളാമല്ലോ. അപ്പം ഞാൻ പോയാൽ പോട്ടെ എന്ന് വെക്കും അല്ലേ? അയ്യോ അനു, ഞാൻ അങ്ങനെ പറഞ്ഞതല്ല, ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞതാ. അല്ലാതെ ഞാൻ അങ്ങനെ വിചാരിക്കുമോ? അഭി അവിടെ നിന്ന് വിയർക്കാൻ തുടങ്ങി. മതി മതി, വന്ന് കയറിയില്ല, തുടങ്ങി രണ്ടും കൂടി. മനു, നീ പോയി ഒന്ന് ഫ്രഷായി വാ, ഭക്ഷണം കഴിക്കാം. മോളെ നീയും ചെല്ല. വസുന്ധര അതും പറഞ്ഞ് അടുക്കളയിലേക്ക് പോയി. മഹി, നീ ഇത് എന്താ ആലോചിക്കുന്നത്? കുറേ നേരം ആയല്ലോ. ഏയ് ഒന്നുമില്ല മനുവേട്ടാ, ഞാൻ ദേ ആ സൂര്യനെ നോക്കിയതാ. എന്തു ഭംഗിയാണ് കാണാൻ. പകല് മുഴുവൻ വെളിച്ചം തന്ന് സന്ധ്യ ആകുമ്പോൾ എല്ലാവരെയും ഇരുട്ടിലേക്ക് തള്ളിയിട്ട് പതിയെ പതിയെ കടലിനോട് ചേർന്നു. ഇങ്ങനെ നോക്കി നിൽക്കാൻ നല്ല രസമല്ലേ? വീട്ടിൽ നിന്ന് വരുമ്പോൾ നിനക്ക് ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ. എന്തു പറ്റി? നിനക്ക് വട്ടായോ? മനുഷ്യന് മനസ്സിലാകുന്ന എന്തെങ്കിലും പറ മഹി. മനുവേട്ടാ ദേ ഐസ്ക്രീം, എനിക്ക് ഒരെണ്ണം വേണം. പിന്നെ വെറുതെ ഐസ്ക്രീം ഒന്നും തരണ്ട, തണുപ്പടിച്ചിട്ട് ഇനി തൊണ്ടവേദന എടുക്കട്ടെ. പ്ലീസ് മനുവേട്ടാ, ഒരെണ്ണം ഒരെണ്ണം മാത്രം മതി. ഇനി ഞാൻ ചോദിക്കില്ല. പ്ലീസ് ഒരെണ്ണം വാങ്ങിത്താ. ശരി, ഇനി അതിനുവേണ്ടി ബഹളം വെക്കണ്ട. ഒരെണ്ണം, പിന്നെ ചോദിക്കരുന്ന്. ഇല്ല, ചോദിക്കില്ല. നീ എന്താ മഹി കുട്ടികളെ പോലെ ഒരു ഐസ്ക്രീം തിന്നാൻ അറിയില്ലേ? ഇത് കണ്ടില്ലേ, ഡ്രസ്സിന് മുഴുവനായി. അത് സാരമില്ല, തുടച്ചു കളഞ്ഞാൽ പോരെ. അതിനാണോ ഈ കടുവ ഇങ്ങനെ ചൂടാവുന്നത്? ഡി, നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നെ അങ്ങനെ വിളിക്കരുതെന്ന്. മതി, വാ പോകാം. ഈ പിണങ്ങല്ലേ, ഞാൻ വെറുതെ വിളിച്ചതാ, ഇനി വിളിക്കില്ല. എന്നാ നിനക്ക് കൊള്ളാം. ശരി, നേരെ ഒരുപാടായി, മതി. ഇനി വൈകി അമ്മ വഴക്ക് പറയും. അവളുടെ പുറകെ ചിരിച്ചുകൊണ്ട് അവനും നടന്നു. അവൻ്റെ കണ്ണുകൾ അവളുടെ ശരീരമാകെ ഓടി നടന്നു. നിന്നെ ഞാൻ വീടിലടി. നീ എവിടെ പോയാലും ഞാൻ നിന്റെ പിറകിൽ തന്നെ ഉണ്ടാവും. അവൻ്റെ ചുണ്ടിൽ ഒരു ചിരി വിരിഞ്ഞു. മനുവേട്ടൻ്റെ നിർബന്ധം കാരണം മുടങ്ങിപ്പോയ എൻ്റെ പഠനം വീണ്ടും ആരംഭിച്ചു. ഞാൻ പഠിച്ച കോളേജിൽ തന്നെ എനിക്ക് അഡ്മിഷൻ കിട്ടി. കോളേജ് ഫ്രണ്ട്സ്, ടീച്ചേഴ്സ്, വീണ്ടും ആ കലാലയ ജീവിതത്തിലേക്ക് മനുവേട്ടൻ എന്നെ കൊണ്ടെത്തിച്ചു. എന്നും മനുവേട്ടൻ എന്നെ കോളേജിൽ കൊണ്ടാക്കും, തിരിച്ച് ബസ്സിന് പോരും. ഞാൻ ഒരുപാട് മിസ് ചെയ്ത കാര്യങ്ങളിൽ ഒന്നായിരുന്നു എൻ്റെ കോളേജ് ക്യാമ്പസ്. അച്ചുവിന് ചില നല്ല ആലോചനകൾ വരുന്നുണ്ട്. പക്ഷേ ഒരു നല്ല ജോലി കിട്ടിയിട്ട് മതിയെന്ന് പറഞ്ഞ് പെണ്ണ് നിൽക്കുക. അവളുടെ പുന്നാരിയേട്ടൻ അത് സമ്മതിക്കുകയും ചെയ്തു. ഒരു കണക്കിന് അത് തന്നെയാണ് നല്ലതെന്ന് എനിക്കും തോന്നി. അനുവിന് കുറച്ച് ദിവസങ്ങളായി എന്തോ വല്ലായിക തോന്നാൻ തുടങ്ങിയിട്ട്. അമ്മയുടെ നിർബന്ധം കാരണം ഹോസ്പിറ്റലിൽ പോയി ചെക്ക് ചെയ്തപ്പോൾ ഞങ്ങളുടെ വീട്ടിലേക്ക് ഒരു കുഞ്ഞതിഥി വരാൻ പോകുന്നു എന്നറിഞ്ഞു. ഡ്യൂട്ടി നേരത്തെ കഴിഞ്ഞതുകൊണ്ട് മനുവേട്ടൻ ഇന്ന് ഉച്ചയോടടുത്ത് വീട്ടിലെത്തി. മഹി മഹി മനുവേട്ടൻ എൻ്റെ തോളിൽ പിടിച്ച് കുലുക്കിയപ്പോഴാണ് ഓർമ്മകളിൽ നിന്ന് ഞാൻ ഉണർന്നത്. നീ ഇത് ഏത് ലോകത്താ? ഞാൻ ഇന്ന് എത്ര തവണ വിളിക്കുന്നു? അത് മനുവേട്ടാ, ഞാൻ എൻ്റെ പൊണ്ടാട്ടി കാര്യമായിട്ട് എന്തോ ചിന്തിക്കുമായിരുന്നെന്ന് മനസ്സിലായി. നിന്റെ പരിസരം മറന്നുള്ള ഈ കിനാവുകൾ കണ്ടാൽ അറിയാം കാര്യമായിട്ട് എന്തോ ഉണ്ടെന്ന്. എന്താ കാര്യം? അത് മനുവേട്ടാ, ഈ വീട്ടിലേക്ക് ഒരു കുഞ്ഞതിഥി കൂടി വരാൻ പോവുക. അത് കേട്ടതും അവൻ ഓടിച്ചെന്ന് അവളെ എടുത്തു പൊക്കി. മോളെ, നീ പറഞ്ഞത് സത്യമാണോ? അപ്പോൾ ഞാനൊരു അച്ഛനാവാൻ പോവാ? എനിക്ക് ഒത്തിരി സന്തോഷമായി. അവൻ അവളെ ഉമ്മകൾ കൊണ്ട് പൊതിഞ്ഞു. അയ്യട, മോൻ്റെ ആഗ്രഹം കൊള്ളാമല്ലോ. മോൻ അച്ഛനല്ല, ചെറിയച്ഛൻ ചെറിയച്ഛനാവാൻ പോവാണെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നീ പറഞ്ഞു വന്നത്? അതെ, അനുവിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ കെട്ടിയവൻ്റെ ആഗ്രഹം കൊള്ളാമല്ലോ. നിങ്ങൾ തന്നെയല്ലേ മനുഷ്യ പറഞ്ഞത് എൻ്റെ കോഴ്സ് കഴിഞ്ഞിട്ട് മതിയെന്ന്? വെറുതെ മനുഷ്യനെ കൊതിപ്പിച്ചു. അല്ല പിന്നെ നീ എന്ത് കുന്തോ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നത്? അത് അനുവിൻ്റെ കാര്യം അറിഞ്ഞപ്പോൾ അമ്മ എന്നോട്. ഓ മനസ്സിലായി, നിനക്കൊന്നും ആയില്ലേ നമ്മ നിന്നോട് ചോദിച്ചു കാണും അല്ലേ? മനസ്സിലായി. എന്നെ ചീത്ത പറഞ്ഞിട്ട് അവൾ സ്വപ്നം കാണുക. എന്താ, കോഴ്സ് കഴിയുന്നവരെ കാക്കണോ? അവൻ ഇടുപ്പിലൂടെ കൈയിട്ട് അവളെ തന്നിലേക്ക് ചേർത്ത് നിർത്തി ചോദിച്ചു. മറുപടിയൊന്നും പറയാതെ അവൻ്റെ കവിളിലൊന്ന് അമർത്തിക്കടിച്ച് അവനെ തള്ളിയിട്ട് അവൾ പുറത്തേക്ക് പോയി. മഹി, വൈകിട്ട് ഞാൻ ചിലപ്പോൾ വൈകും. എന്നെ കണ്ടില്ലേ നീ ബസ്സിന് പോയിക്കോ. ചിലപ്പോൾ എനിക്ക് വിളിക്കാൻ സാധിച്ചെന്ന് വരില്ല. എന്നെ കണ്ടില്ലേ നീ പൊയ്ക്കോ. അവൻ കാർ സ്റ്റാർട്ട് ചെയ്തു പോയി. മഴ നല്ല ശക്തിയിൽ ആർത്തലച്ചു പെയ്യാൻ തുടങ്ങി.
ഒത്തിരി നേരമായിട്ടും മഴയ്ക്കൊരു ശമനം കാണാതായപ്പോൾ മഹി ഇറങ്ങി നടക്കാൻ തുടങ്ങി. ആ കോരിച്ചുരിയുന്ന മഴയത്ത് നനഞ്ഞ് അവൾ ബസ് സ്റ്റോപ്പ് ലക്ഷ്യം വെച്ച് നടക്കാൻ തുടങ്ങി. ബസ് സ്റ്റോപ്പിലെത്തി കുറേ നേരമായിട്ടും ബസ് ഒന്നും കണ്ടില്ല. അവളുടെ കണ്ണുകൾ ചുറ്റിനും പരതാൻ തുടങ്ങി. അവിടെ എങ്ങും ആരും തന്നെയില്ല. അവൾക്ക് ചെറുതായി പേടി തോന്നാൻ തുടങ്ങി. മഴ നനഞ്ഞതുകൊണ്ട് അവളുടെ ശരീരമാകെ വിറകൊള്ളാൻ തുടങ്ങി. അവൾ ഫോൺ എടുത്ത് മനുവിനെ വിളിച്ചെങ്കിലും അവൻ്റെ ഫോൺ ഓഫായിരുന്നു. അങ്ങകലെ ഇതെല്ലാം വീക്ഷിച്ചുകൊണ്ട് അവൻ്റെ കാമക്കണ്ണുകൾ ഉണ്ടായിരുന്നു. അവൻ്റെ ചുണ്ടിൽ ഒരു വഷളം ചിരി വിടർന്നു. അവൻ്റെ കണ്ണുകൾ അവളുടെ ശരീരത്തിലേക്കായി. ആകെ നനഞ്ഞു നിൽക്കുന്ന അവളെ കണ്ടതും അവന് പിന്നെ നിയന്ത്രിക്കാനായില്ല. അവൻ പതിയെ അവൾക്കരികിലേക്ക് നടന്നു. അവളുടെ മേത്തേക്ക് ചാടി വീണു. തക്കം പാർത്തു നിൽക്കുന്ന ചെന്നായിയെ പോലെ അവനും ഒരവസരത്തിനായി കാത്തു നിൽക്കുകയായിരുന്നു. അവൻ അവളെ പിടിച്ചു വലിച്ചു കൊണ്ടുപോയി. കുറേ നേരത്തിന് ശേഷം കണ്ണുകൾ തുറന്നപ്പോൾ തൻ്റെ മുന്നിൽ ചിരിച്ചുകൊണ്ടിരിക്കുന്ന അഭിയെയാണ് അവൾ കണ്ടത്. അവൾ ആകെ ഒന്ന് പേടിച്ചു. മഹി, നീ എന്നെ മറന്നോ? ഏയ് ഇല്ല, നീ എന്നെ മറന്നു കാണില്ലെന്ന് എനിക്കറിയാം. ഞാൻ നിന്നെ കൊണ്ടുപോകാൻ വന്നതാ. എനിക്കറിയാം നിനക്ക് ആ മറ്റവനെ ഇഷ്ടമല്ലാന്ന്. നിനക്ക് എന്നെയാണ് ഇഷ്ടം. അതാ നിന്നെ ഞാൻ കൊണ്ടുപോകാൻ വന്നത്. അവൻ പതിയെ അവൾക്കരികിലേക്ക് നടന്നു. അവൾക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നു. ഇല്ല, എന്തു തന്നെ നടന്നാലും ഇവൻ്റെ മുന്നിൽ ഞാൻ വഴങ്ങിക്കൊടുക്കില്ല. അവൾ അത് മനസ്സിൽ ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. അവൻ മുന്നോട്ട് വരുംതോറും അവൾ പുറകോട്ട് നടന്നു. അവളുടെ കയ്യിൽ എന്തോ ഒന്ന് തടഞ്ഞ് അവൾ അതെടുത്ത് അവന് നേരെ ആഞ്ഞു. മോളെന്താ ആലോചിക്കുന്നേ? തോളിൽ തട്ടിയുള്ള വിളി കേട്ടാണ് മഹി ഓർമ്മകളിൽ നിന്ന് ഉണർന്നത്. എന്താ മോളെ ഇത്ര കാര്യമായി? ഏയ് ഒന്നുമില്ല. ഞാൻ എൻ്റെ ജീവിതം എന്ന പുസ്തകമൊന്ന് മറിച്ചു നോക്കിയായിരുന്നു. എൻ്റെ എല്ലാ സന്തോഷങ്ങളും തല്ലിക്കെടുത്തി എന്നെ ഈ ഇരുമ്പഴിക്കുള്ളിൽ എത്തിച്ച ആ ദിവസം മറക്കാനാവില്ല. എല്ലാം ഒരു നിമിഷം കൊണ്ട് മാറി മറിഞ്ഞത്. മറക്കണം മോളെ. നാളെ പുലരുന്നത് മോൾക്ക് വേണ്ടിയല്ലേ? ഇത്രയും വർഷം പുറം ലോകത്തെ കാണാതെയും കേൾക്കാതെയും ഇതിനകത്ത് കഴിഞ്ഞില്ലേ? നാളെ ഈ കാരാഗ്രഹത്തിൽ നിന്നുള്ള മോചനമാണ്. നിനക്കായി കാത്തിരിക്കുന്നവർക്കായി നീ ജീവിക്കണം. ഉറങ്ങിക്കോ. നാളെ പുലരുന്നതും സ്വപ്നം കണ്ടുകൊണ്ട്. ഇത്രയും നാളത്തെ കാരാഗ്രഹവാസം അതവസാനിച്ചു. എന്നെ കാത്ത് മനുവേട്ടനുണ്ടായിരുന്നു പുറത്ത്. വർഷങ്ങൾക്കിപ്പുറം ഞാൻ വീണ്ടും എൻ്റെ മനുവേട്ടനെ കണ്ടു. കണ്ട മാത്രയിൽ ഞാൻ ഓടിച്ചെന്ന് മനുവേട്ടനെ കെട്ടിപ്പിടിച്ചു. മനുവേട്ടന് ഒരു മാറ്റവും വന്നിട്ടില്ല. അതുപോലെ തന്നെ അടക്കിപ്പിടിച്ചിരുന്ന സങ്കടങ്ങളെല്ലാം ധാരയായി പെയ്യാൻ തുടങ്ങി. പെട്ടെന്ന് എവിടെ നിന്നോ മഴ പെയ്യാൻ തുടങ്ങി. ആ മഴ നനഞ്ഞ് മനുവേട്ടൻ എന്നെ ചേർത്ത് പിടിച്ച് കാറിനരികിലേക്ക് നടന്നു, ഞങ്ങളുടെ ജീവിതത്തിലേക്ക്.